Hello students, welcome to Edutact Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺസിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫസ്റ്റ് ടോപ്പിക് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ആണ് ഫ്രം ആൽക്കൈൻസ്. ദാറ്റ്സ് എ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. ദെൻ ദ പ്രോഡക്റ്റ് ഈസ് സിസ് ആൽക്കീൻ. ജനറലായിട്ടൊരു ആൽക്കൈനാണ് എടുത്തിരിക്കുന്നത്. RC∼C പ്ലസ് ഹൈഡ്രജൻ ദാറ്റ് ഗീവ്സ് RCH ഡബിൾ ബോണ്ട് CHR'. അതായത് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ടായി ഓരോ കാർബണിലേക്കും ഓരോ ഹൈഡ്രജൻ ആറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോംഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ആൽക്കീനാണ്. ആ ഫോംഡ് പ്രോഡക്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് സിസ് ആൽക്കീനാണ്. Then second method from alkynes, that is in the presence of sodium in liquid ammonia. Sodium in liquid ammonia. Reaction നോക്കാം. RC∼C R' ആണ്. ജനറലായിട്ടൊരു ആൽക്കൈൻ എടുത്തിട്ടുണ്ട്, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. എന്തായിരിക്കും പ്രോഡക്റ്റ്? അത് ട്രാൻസ് ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ സിസ് ആൽക്കീനും, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിലാണെങ്കിൽ ട്രാൻസ് ആൽക്കീനുമാണ് ഫോം ചെയ്യുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആൽക്കൈൽ ഹാലൈഡ് ഇവിടെ ഒരു ബ്രോമോ ഈത്തേനാണ് എടുത്തിരിക്കുന്നത്. CH3CH2Br. അതിൽ ബ്രോമിനോട് അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ ഫസ്റ്റ് കാർബൺ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാർബൺ സെക്കൻഡ് കാർബൺ. ബ്രോമോ ഈത്തേൻ അല്ലെങ്കിൽ ഈത്തൈൽ ബ്രോമൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഫോംഡ് പ്രോഡക്റ്റ് ഈസ് എത്തീൻ. ദെൻ ബൈ പ്രോഡക്ട്സ് പൊട്ടാസ്യം ബ്രോമൈഡ് ആൻഡ് വാട്ടർ. ഇനി എങ്ങനെയാണ് എത്തീൻ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബ്രോമോ ഈത്തേനിൽ ബ്രോമിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ അതും ഫസ്റ്റ് കാർബണും അതിനോട് തൊട്ടടുത്ത് വരുന്നത് സെക്കൻഡ് കാർബണുമാണ്. അപ്പോൾ ഈതൈൽ ബ്രോമൈഡിലെ അല്ലെങ്കിൽ ബ്രോമോ ഈതൈലെ ബ്രോമിനും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലെ പൊട്ടാസ്യം കൂടെ കമ്പൈൻ ചെയ്ത് KBr ഫോം ചെയ്യും. ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലെ OH ഗ്രൂപ്പും ദെൻ ഈതൈൽ ബ്രോമൈഡിൻ്റെ സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യും. ഇനി ബാക്കി എന്താണ് അവിടെ ഉള്ളത്? CH2 ഡബിൾ ബോണ്ട് CH2 ആണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത് 2 ഹാലജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു 2 അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസ്. അതായത് തൊട്ടടുത്ത് വരുന്ന 2 കാർബൺ ആറ്റങ്ങളോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലൈഡ്സ്. ദെൻ ഇവിടെ 1,2 ഡൈബ്രോമോ ഈത്തേൻ ആണ് എടുത്തിരിക്കുന്നത്. സിങ്കിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. 1,2 ഡൈബ്രോമോ ഈത്തേനിലെ 2 ബ്രോമിൻ ആറ്റങ്ങളും റിമൂവ് ആയിട്ട് സിങ്കിനോട് കമ്പൈൻ ചെയ്ത് സിങ്ക് ബ്രോമൈഡ് ഫോം ചെയ്യും. ദെൻ ദ മെയിൻ പ്രോഡക്റ്റ് ഈസ് ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH2. അതായത് എത്തീനാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ഫ്രം ആൽക്കഹോൾസ്. എത്തനോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. OHനോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഫസ്റ്റ് കാർബൺ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സെക്കൻഡ് കാർബൺ. ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ ടെമ്പറേച്ചർ ഈസ് 443 Kelvin. ദെൻ അവിടെ നിന്ന് വാട്ടർ റിമൂവ് ആവുന്നുണ്ട്. അതായത് OH എന്ന OH ഗ്രൂപ്പും ദെൻ സെക്കൻഡ് കാർബണിലെ ഒരു ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു. ദെൻ ദ റിസൾട്ടിങ് പ്രോഡക്റ്റ് ഈസ് എത്തീൻ CH2 ഡബിൾ ബോണ്ട് CH2. അതാണ് റിയാക്ഷൻ മെക്കാനിസം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജനും OH ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു. ദെൻ അതിൽ റിമൈനിങ് ആയിട്ടുള്ളത് CH2 ഡബിൾ ബോണ്ട് CH2. ദെൻ നെക്സ്റ്റ് ടോപ്പിക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. ഫസ്റ്റ് വൺ അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഇസ് നോൺ ആസ് ഹൈഡ്രജനേഷൻ. ദെൻ എത്തീൻ ആണ് എടുത്തിരിക്കുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. ടെമ്പറേച്ചർ ഈസ് 475 to 525 Kelvin. ദെൻ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് ഈത്തേൻ. എത്തീൻ ആണ് എടുത്തിരിക്കുന്നത്. ആഫ്റ്റർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈത്തേൻ ഈസ് ഫോംഡ്. Then the application of this reaction is manufacture of vegetable ghee or vanaspati or dalda from vegetable oil. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജനേഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടു ആൽക്കീൻസ്. ദെൻ അഡീഷൻ ഓഫ് ഹാലജൻസ് ആണ്. ഇവിടെ എത്തീനാണ് എടുത്തിരിക്കുന്നത്, ഹാലജൻ ബ്രോമിനാണ് എടുത്തിരിക്കുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകുന്നു. ഓരോ കാർബണിലേക്കും ഓരോ ബ്രോമിൻ ആറ്റംസ് ബോണ്ട് ഫോം ചെയ്യുന്നു. സോ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് 1,2 ഡൈബ്രോമോ ഈത്തേൻ.
നെക്സ്റ്റ് വൺ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഹൈഡ്രജൻ ഹാലൈഡ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് ഓർ ഹൈഡ്രജൻ അയഡൈഡ്. അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയഡൈഡിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി, ദെൻ ഹൈഡ്രജൻ ബ്രോമൈഡ്, ദെൻ ഹൈഡ്രജൻ ക്ലോറൈഡ്. എത്തീനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യുന്നു വിചാരിക്കാം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകും. ഇനി ഹൈഡ്രജൻ ബ്രോമൈഡിലെ ഹൈഡ്രജൻ ഒരു കാർബണിലേക്കും ബ്രോമിൻ ഒരു കാർബണിലേക്കും പോയി അറ്റാച്ച് ചെയ്യുന്നു. സോ എത്തീനാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്രോമോ ഈത്തൈനാണ്. ഇവിടെ ഹൈഡ്രജൻ ഏത് കാർബണിലേക്ക് പോകുന്നു, ബ്രോമിൻ ഏത് കാർബണിലേക്ക് പോകുന്നു എന്ന് വ്യത്യാസമൊന്നുമില്ല, കാരണം 2 കാർബണേ ഉള്ളൂ. But in the case of second example, that is propene, CH3, CH, double bond CH2, then HBr ആഡ് ചെയ്യുന്നു. then 90% പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിലും ബ്രോമിൻ ഏത് കാർബണിലേക്കാണ് പോയിരിക്കുന്നത്, ലോവസ്റ്റ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള കാർബണിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് സെക്കൻഡ് കാർബണിലേക്കാണ് ബ്രോമിൻ പോയിരിക്കുന്നത്. ഹൈഡ്രജൻ പോയിരിക്കുന്നതോ, ഹൈഡ്രജൻ്റെ നമ്പർ ഹയ്യസ്റ്റ് ആയിട്ടുള്ള കാർബണിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിനോട് ക്ലോസ് ആയിട്ടുള്ള 2 കാർബൺ ആറ്റങ്ങളാണ്. സോ 90% ഫോം ചെയ്തിരുന്ന പ്രോഡക്റ്റും 2-ബ്രോമോ പ്രൊപ്പെയിനാണ്. ദിസ് ഈസ് നോൺ ആസ് മാർക്കോണിക്കോഫ്സ് റൂൾ. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ്സ് റൂൾ, നമ്മൾ എടുത്തിരിക്കുന്ന റിയേജൻറ്റ് ഹൈഡ്രജൻ ബ്രോമൈഡ്, അതിന് നെഗറ്റീവ് part of the reagent goes to that carbon atom which contains least number of hydrogen atoms. ഹൈഡ്രജൻ ബ്രോമൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന പോസിറ്റീവ് പാർട്ടും ബ്രോമിൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പാർട്ടുമാണ്. ആ നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഏത് കാർബണിനാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് ആ കാർബണിലേക്കായിരിക്കും. അതാണ് മാർക്കോണിക്കോഫ്സ് റൂൾ പറയുന്നത്. ദ അഡീഷൻ ഓഫ് ആൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ take place in such a manner that the negative part of the reagent goes to that carbon atom which contains least number of hydrogen atoms. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ റിയാക്ഷനിൽ കണ്ടത്. Markov-Markov's rule is very, very important for examination. Then the opposite of this Markov-Markov's rule is known as anti-Markov-Markov's rule. This is in the presence of peroxide. So it is known as peroxide effect. In the presence of peroxide, negative part of the unsymmetrical reagent goes to the carbon which has highest number of hydrogen atoms. Then example, 1 propene, CH3, CH, double bond CH2, HBr ആഡ് ചെയ്യുന്നു in the presence of peroxide. Then negative part of the reagent goes to the carbon which contains more number of hydrogen atoms. So first കാർബണിലേക്കാണ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദാറ്റ് റിയേജൻറ്റ് പോകുന്നത്. നെക്സ്റ്റ് ഈസ് അഡീഷൻ ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രേഷൻ. നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എത്തീനാണ് എടുത്തിരിക്കുന്നത്. വാട്ടർ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് H+ ഓർ ആസിഡ്. ദെൻ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് എത്തനോൾ. അതായത് ആൽക്കീനെ ഹൈഡ്രേഷൻ നടത്തുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആയിരിക്കും. ആ റൂള് ഫോളോ ചെയ്യുന്ന മാർക്കോണിക്കോഫ്സ് റൂൾ വെച്ചിട്ടാണ് അഡീഷൻ നടക്കുന്നത്. എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് എത്തനോൾ കിട്ടുന്നതെന്ന് നോക്കാം. എത്തീൻ, അതിൽ നമുക്ക് വാട്ടറിനെ H2O എന്നുള്ളത് HOH എന്ന് എഴുതാം. അതിൽ OH ആണ് നെഗറ്റീവ് പാർട്ട് ഓഫ് വാട്ടർ, H എന്ന് പറയുന്നതാണ് പോസിറ്റീവ് പാർട്ട് ഓഫ് വാട്ടർ. ദെൻ OH 1 കാർബണിലേക്ക് പോകുന്നു, H നെക്സ്റ്റ് കാർബണിലേക്ക് പോകുന്നു. ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് എത്തനോൾ. നെക്സ്റ്റ് എക്സാമ്പിൾ പ്രൊപ്പീനാണ്. ദെൻ ഹൈഡ്രേഷൻ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ദെൻ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് 2-പ്രൊപ്പനോൾ. എങ്ങനെയാണ് 2-പ്രൊപ്പനോൾ വന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് വാട്ടർ, അതായത് OH- ഏത് കാർബണിലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത്? ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്കാണ് പോയിരിക്കുന്നത്, അതായത് സെക്കൻഡ് കാർബണിലേക്ക്. സോ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് 2-പ്രൊപ്പനോൾ. ദെൻ അഡീഷൻ ഓഫ് സൾഫ്യൂറിക് ആസിഡ്, എത്തീൻ പ്ലസ് സൾഫ്യൂറിക് ആസിഡ്, ദാറ്റ് ഗീവ്സ് ഈത്തൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. അതായത് H2SO4ലെ ഒരു ഹൈഡ്രജൻ അത് ഒരു കാർബണിലേക്ക് പോകുന്നു, അങ്ങനെ CH3 ആകുന്നു. ദെൻ നെക്സ്റ്റ് കാർബണിലേക്ക് ബാക്കി സൾഫ്യൂറിക് ആസിഡിൻ്റെ ബാക്കി ഹൈഡ്രജൻ പോയതിന് ശേഷം HSO4 ആണുള്ളത്, അത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ ദ ഫോംഡ് പ്രോഡക്റ്റ് ഈസ് ഈത്തൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. Next is oxidation reactions. First one, reaction with potassium permanganate. Potassium permanganate is an oxidizing agent. Then the alkaline or neutral solution of potassium permanganate
that is known as Bayer's reagent. Bayer's reagent is alkaline or neutral solution of potassium permanganate. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് റിയാക്ഷൻ നോക്കാം. ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ, എത്തിലീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ വാട്ടറിൻ്റെ പ്രസൻസിൽ, അതായത് ആൽക്കലൈൻ ഓർ ന്യൂട്രൽ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജനാണ്. that is oxidizing agent. Then the formed product is ethylene glycol. And this reaction is used to detect unsaturation in compounds. അതായത് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഒരു കോമ്പൗണ്ടിലുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു ടെസ്റ്റാണിത്. അതാണ് ബെയേഴ്സ് ടെസ്റ്റ്. ഇവിടുത്തെ ബെയേഴ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ഓർ ന്യൂട്രൽ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആ കോമ്പൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പിങ്ക് കളർ ഡിസ്ചാർജ് ചെയ്യും. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പിങ്ക് കളറാണ്. അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ ആ പിങ്ക് കളർ ഡിസ്ചാർജ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 2-pentene ആണ്. ദെൻ KMnO4 വെച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതാണ് KOH, ആൽക്കലൈൻ സൊല്യൂഷനാണ്. ദെൻ ഹീറ്റിംഗ്. ദെൻ ദ ഫോംഡ് പ്രോഡക്ട്സ് ആർ പ്രൊപ്പിയോണിക് ആസിഡ് ആൻഡ് അസിറ്റിക് ആസിഡ്. നിങ്ങൾക്കറിയാം സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് 2 കാർബണുള്ള ആസിഡാണ് ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് അസിറ്റിക് ആസിഡ്. ദെൻ ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഫോംഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന പ്രൊപ്പിയോണിക് ആസിഡാണ്. ദെൻ എക്സാമ്പിൾ B, ദാറ്റ് ഈസ് 1-pentene. ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ 1 കാർബണും ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 4 കാർബൺ ആറ്റംസും ഉണ്ട്. ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ആൽക്കലൈൻ KMnO4 ആണ് റിയേജൻറ്റ്. ദെൻ ഹീറ്റ് ചെയ്യുന്നു. ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ 1 കാർബണേ ഉള്ളൂ. 1 കാർബണുള്ള ആസിഡ് ഫോം ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫോമിക് ആസിഡ്. ദെൻ ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. 4 കാർബണുള്ള ആസിഡാണ് ബ്യൂട്ടനോയിക് ആസിഡ്, ദാറ്റ് ഈസ് CH3CH2 CH2COH പ്ലസ് ഫോമിക് ആസിഡ് HCOOH. ദെൻ വീണ്ടും ഫോമിക് ആസിഡിന് ഓക്സിഡേഷൻ സംഭവിച്ച് അത് ഡികമ്പോസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറും. ദെൻ എക്സാമ്പിൾ സിയിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൽക്കീനാണ്. KMnO4ൻ്റെ പ്രസൻസിൽ, ആൽക്കലൈൻ KMnO4ൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഫോംഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? 2 അസറ്റോൺ മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് CH3C വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ദെൻ ഓക്സിഡേഷൻ നടന്ന് 2 അസറ്റോൺ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. 3 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. ദെൻ റിയാക്ഷൻ ആൽക്കീൻസ് പ്ലസ് ഓസോൺ, ദാറ്റ് ഗീവ്സ് ഓസോനൈഡ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, that product ozonide will convert into aldehydes or ketones, and this reaction is known as ozonolysis. First example നോക്കാം, എത്തീൻ ആണ് പ്ലസ് ഓസോൺ, ദാറ്റ് ഗീവ്സ് ഒരു സൈക്ലിക് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, ദാറ്റ് ഇൻ്റർമീഡിയറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു aldehyde, 2 molecules of aldehyde, that is formaldehyde plus H2O2 peroxide. Then next, ഇപ്പോൾ 2 കാർബണുള്ള ആൽക്കീനാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ് ഫോമാൽഡിഹൈഡ് ഫോം ചെയ്തത്, 2 molecules of formaldehyde. Then next example പ്രൊപ്പീനാണ്. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഓസോൺ, ദാറ്റ് ഗീവ്സ് ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. ദെൻ H2O ഇൻ ദ പ്രസൻസ് ഓഫ് ദ സിങ്ക് കാറ്റലിസ്റ്റ്. ദെൻ ദ ഫോംഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡ് ആൻഡ് H2O2 പെറോക്സൈഡ്. അപ്പോൾ ഓർഗാനിക്കിൻ്റെ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ എഴുതി പഠിച്ചാൽ മാത്രമാണ് കിട്ടുള്ളൂ. അത് മാത്സ് പോലെയാണ്, നമ്മൾ വെറുതെ നോക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും, പക്ഷേ റിയാക്ഷൻസ് എഴുതി തന്നെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് reduction of alkenes.
എത്തീനാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. ഏത് ആൽക്കീനെയാണോ നമ്മൾ റിഡക്ഷൻ നടത്തുന്ന കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആയിരിക്കും ഫോം ചെയ്യുക. എത്തീൻ എടുത്തുകൊണ്ട് ഈഥേൻ ഫോം ചെയ്തു, പ്രൊപ്പീൻ എടുക്കുമ്പോൾ പ്രൊപ്പെയിൻ ഫോം ചെയ്യും. അങ്ങനെയാണ് റിഡക്ഷൻ ഓഫ് ആൽക്കീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. ദെൻ പോളിമറൈസേഷൻ ഓഫ് ആൽക്കീൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ലൈഫിൽ. ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് പോളിമറൈസേഷന്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ കേസിൽ. ദെൻ ഇതിൻ്റെ തന്നെ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. ദെൻ polymerization is a process in which a large number of simple molecules combine to give a big molecule having high molecular mass. അതായത് ചെറിയ ചെറിയ മോളിക്കുലർ മാസ്സുള്ള മോളിക്യൂൾസ്, സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈ മോളിക്കുലർ മാസ്സുള്ള വലിയ മോളിക്യൂളായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് പോളിമറൈസേഷൻ. അതായത് ആ ചെറിയ ചെറിയ മോളിക്കുലർ മാസ് ചെറുതായ സിമ്പിൾ മോളിക്യൂൾസിന് പറയുന്നതാണ് മോണോമേഴ്സ്. ഒത്തിരി മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് പോളിമേഴ്സിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റാണ് മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എത്തീൻ, CH2 ഡബിൾ ബോണ്ട് CH2, അത് നമ്മൾ N നമ്പർ എത്തീൻ എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ എത്തീൻ, ഓരോ എത്തീനും ഒന്നിനോടൊന്ന് ബോണ്ട് ഫോം ചെയ്ത് ഒരു ചെയിനായിട്ട് ഫോം ചെയ്യുന്നു. അതാണ് പോളിത്തീൻ. അതായത് എത്തീൻ എന്ന മോണോമറിൻ്റെ പോളിമറാണ് പോളിത്തീൻ. പോളിത്തീൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റാണ് എത്തീൻ. നെക്സ്റ്റ് എക്സാമ്പിൾ പ്രൊപ്പലീൻ പോളിമറൈസേഷൻ നടന്ന് പോളിപ്രൊപ്പലീൻ ഫോം ചെയ്യുന്നതാണ്. പ്രൊപ്പലീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം CH3 CH ഡബിൾ ബോണ്ട് CH2. നമ്മൾ CH3 ഒരു ബ്രാഞ്ച് പോലെ എഴുതിയെന്നുള്ളൂ. ദെൻ പോളിമറൈസേഷൻ നടന്ന് N നമ്പർ പ്രൊപ്പലീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ചെയിൻ ആകുന്നു, പോളിപ്രൊപ്പലീൻ്റെ ഒരു ചെയിൻ ആകുന്നു. അവിടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പലീനാണ്. പ്രൊപ്പലീൻ്റെ പോളിമറാണ് പോളിപ്രൊപ്പലീൻ.